അപ്പോൾ ഈ തൃശ്ശൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ഒരുപാട് കലാകാരന്മാരുണ്ട്. കലാപ്രതിഭയായ മഞ്ജു വാര്യർ, 2 വട്ടം കലാപ്രതിഭയായിട്ടുള്ള മഞ്ജു വാര്യർ തൃശ്ശൂർ സ്വദേശിയാണ്. അതുപോലെ തന്നെയാണ് ഔസേപ്പച്ചൻ സാറിനെ പറ്റി പറയുമ്പോൾ, അതുപോലെയാണ് ഭാവഗായകൻ പി ജയചന്ദ്രൻ. അങ്ങനെ ആ നിര നീളുകയാണ്. ഞാൻ ചിലപ്പോൾ പേര് പറഞ്ഞാൽ കുറേ പേരെ വിട്ടുപോകും, അതുകൊണ്ട് പേരായിട്ട് പറയുന്നില്ല. ഒരുപാട് പേരുണ്ട്. ആ ഭാഗ്യം ലഭിച്ച ആൾ നമുക്കൊപ്പം ഉണ്ട്. മോനെ പേരെന്തായിരുന്നു? നയൻ സായി. നയൻ സായി. ഞാൻ നയൻ എന്ന് പറഞ്ഞ ഒരാൾ എനിക്കറിയാം. നയൻ സായി. ഓക്കെ, ഏത് ക്ലാസ്സിലാണ്? പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ തന്നെ ഔസേപ്പച്ചൻ സാറിന്റെ ഒരു പാട്ട് പാടുക എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ ഒരു എക്സ്പീരിയൻസ്? ആദ്യം പറയാം, നയൻ പറഞ്ഞാൽ തന്നെ ആയിരിക്കില്ല ഏറ്റവും ഭംഗിയിൽ അറിയാൻ പറ്റുക. സത്യം പറഞ്ഞാൽ ഒന്നും അറിയുന്നുണ്ടായിട്ടാ. ലൈറ്റ് മ്യൂസിക് അവിടെ പാടി റിസൾട്ടറിന് എ ഗ്രേഡ് ഉണ്ട്. ഔസേപ്പച്ചൻ സാറിനെ കാണാൻ പോകുന്നത് മാത്രമേ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി സാറിൻ്റെ പാട്ടുകൾ ഏതൊക്കെ. അപ്പം അതിൽ എനിക്കിഷ്ടമുള്ള ഒരുപാട് പാട്ടുകൾ സാറ് കമ്പോസ് ചെയ്ത പാട്ടാണ്. അതിൽ 1-2 നോക്കി വെച്ചു. സാർ അഥവാ പാടാൻ പറഞ്ഞാൽ പാടണ്ടേന്ന് വെച്ചിട്ട് അപ്പോൾ അവിടെ പോയിട്ട് സാറ് സ്റ്റുഡിയോ കാണിച്ചു. അപ്പോൾ അതിൻ്റെ ഉള്ളിലെത്തി സാറ് കമ്പോസ് ചെയ്ത് പുതിയൊരു പാട്ട് ഉണ്ട് പറഞ്ഞു. അപ്പോൾ അതിൽ ചിൽഡ്രൻസിൻ്റെ വോയിസ് ഉണ്ട്, അപ്പോൾ നിങ്ങൾ പാടണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആകെ ഷോക്കായിപ്പോയി. കാരണം ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയുന്നുണ്ടായിട്ടാണ്. കാരണം നമ്മൾ ലളിതാനം പാടാൻ വേണ്ടിയിട്ട് മാത്രമാണ് വന്നത്. അപ്പോൾ അവിടെ പോയി സാറ് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു, അവിടെ പാടി. സാറ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ സത്യം പറഞ്ഞ സ്വപ്നം പോലെയാ തോന്നുന്നു. ഒരുപാട് സന്തോഷം. സ്വപ്നത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അതെ, ഒരുപാട് ശരിക്കും പറഞ്ഞാൽ ആ വീടിന്റെ വാതിൽ തുറന്നപ്പോഴേ ഈ കുട്ടികളുടെ കണ്ണിൽ കണ്ട ഒരു കൗതുകവും ആകാംക്ഷ അത്ഭുതവും ഒക്കെ ഉണ്ട്. നയൻ മാത്രമല്ല, 2 പേരും കൂടെ ഉണ്ടായിരുന്നു. മിടുക്കി കുട്ടികളായിട്ടുള്ള 2 പേര്, അനാമികയും ഹഫ്നയും. ഇന്നത്തോടെ ഏതൊക്കെയായിരുന്നു ഐറ്റം ഇത്തവണ കലോത്സവത്തിൽ? ഞാൻ 3 ഐറ്റത്തിലുണ്ടായിരുന്നു. സംഗാനം, ലളിതാനം, ശാസ്ത്രീയ സംഗീതം. സംഗാനം ഇനിയാന്ന് കഴിഞ്ഞു, എ ഗ്രേഡ് ഉണ്ട്. ഇന്നലെ ലളിതാനം കഴിഞ്ഞു, എ ഗ്രേഡ് ഉണ്ട്. നാളെ ശാസ്ത്രീയ സംഗീതം കൂടെ. നയൻ ഒരു പാട്ട് പാടാമോ? രാവിലെ നല്ലേ, രാവിലെയാണ്. ആളുകളെയൊക്കെ ഒന്ന് എണീറ്റ് വരുന്നുണ്ടാവുള്ളൂ എല്ലാവരും. അപ്പം എല്ലാ മാതൃഭൂമി സാറിൻ്റെ തന്നെ ഒരു പാട്ട് പാടാം. ശരിക്കും ഇഷ്ടമുള്ള സംഗീതജ്ഞൻ ആരാ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ അച്ഛൻ തന്നെയാണ്. അച്ഛൻ സിനിമയിൽ ചെയ്യുന്നില്ല, പക്ഷെ എനിക്ക് എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മ്യൂസിക് ഡയറക്ടറിന്റെ അച്ഛൻ തന്നെയാണ്. അച്ഛൻ എന്താ ചെയ്യുന്നത്? അച്ഛൻ മ്യൂസിക് ടീച്ചറും പ്രൊഫഷണൽ സിംഗറുമാണ്. പേരെന്താ അച്ഛന്റെ? രാജേഷ് തൃക്കരിപ്പൂർ. പേരെവിടെ കേട്ടതുപോലെ ഉണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അച്ഛന്റെ ഒരു പാട്ട് തന്നെ പാടിക്കോളൂ. അച്ഛൻ പഠിപ്പിച്ച ഒരു പാട്ട് വേണേ പാടിക്കോളൂ. അച്ഛൻ എഴുതി കമ്പോസ് ചെയ്ത് ലളിതാണ് ഇന്നലെ പാടിയ, അപ്പൊ തന്നെ പാടാം. നിലാവിൽ നനഞ്ഞൊരു നിശാഗന്ധിപ്പൂവിൻ നയനങ്ങളാരെ തിരയുന്നു കാദംബരിയിൽ കളഭകലശം ചെയ്യും കാദംബരിയിൽ കളഭകലശം ചെയ്യും കാതര ചന്ദ്രികയും വിട പറഞ്ഞു കാതര ചന്ദ്രികയും വിട പറഞ്ഞു പരിഭവമേഘങ്ങൾ പതിയെ പെയ്യുമി പേരറിയാത്തൊരി പൂമേടയിൽ പാതിരക്കാറ്റിൻ പ്രണയാർദ്രമേനിൽ പൂക്കുന്നു മാലയം പതിവെന്ന പൂക്കുന്നു മാലയം പതിവെന്ന നല്ല ശബ്ദമാണ് കേട്ടോ, കേൾക്കാൻ നല്ല ഇമ്പമുള്ള ശബ്ദമാണ്. നമുക്ക് നയനിലെ കൂടുതൽ പാട്ടുകളിലേക്കൊക്കെ എത്താം. ഞാൻ ഈ പോയിന്റ് ഇതിലേക്ക് അറിയണ്ടേ, നയൻ ഏതാ ജില്ല? ഏതാ? ഞാൻ കാസർഗോഡ്. കാസർഗോഡ് ഇപ്പൊ ഏത് പൊസിഷനിലുള്ളതെന്ന് അറിയോ? നോക്കിയിട്ടില്ല. അത് നോക്കുന്നില്ല അല്ലേ? ശരി, എന്തായാലും ഇവിടെ മത്സരം ടൈറ്റ് ആവുകയാണ്, നമുക്ക് അറിയേണ്ടത്.